അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉമ്മിപ്പാൻ സാർ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം, ഞങ്ങളിന്ന് ലോണ്ടറിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ളൊരു സംഭവമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം, ഒരു ബിസിനസ് സാധ്യതയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയുമായി വരാം. അപ്പം ഞങ്ങൾ ലോണ്ടറിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. ഡ്രസ്സുകളൊക്കെ ഒരു കവറിൽ പാക്ക് ചെയ്ത് ലോണ്ടറി ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്ത് ഒരു ചെറിയ ട്രോളി ഉണ്ട്. ആ ട്രോളിയിലാക്കി ആ ട്രോളിയും തള്ളിക്കൊണ്ടാണ് ഞങ്ങൾ ലോണ്ടറിയിൽ പോണത്. അപ്പോൾ എല്ലാ അപ്പാർട്ട്മെൻറ്റിനും നമുക്ക് താഴെ തന്നെ ലോണ്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ നേരത്തെ ഈ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നതിന് മുന്നേ താമസിച്ച അവിടുത്തെ കാർഡാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും കൂടി നമുക്ക് അവിടെ പോകാം, എന്നിട്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മുതൽ നമ്മുടെ ലോണ്ടറിയിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള ലോണ്ടറി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നും കൂടി ഞങ്ങൾ അവിടെ പോണത്. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ ട്രോളിയിൽ വെച്ച് ഞങ്ങളിനി പോവാണ്. നടന്നാണ് പോണത്, കുറച്ച് ദൂരം നടക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ ഇത് ഈ ലോണ്ടറിയിലാണ് നമ്മൾ സാധാരണ പോവാറുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അലക്കാനും ഉണക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കാർഡ് എടുത്ത് ആ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ അലക്കണത്. അപ്പോൾ അവിടെ നമ്മളിത് ഞാനിപ്പോൾ ആ കാർഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി ഡോളർ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ കയ്യിൽ എത്ര ഡോളറാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഡോളേഴ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ തവണ അതനുസരിച്ച് ഇന്നിപ്പോൾ ഞാൻ $5 ഞാനിപ്പോൾ ചാർജ് ചെയ്തത്. അപ്പോൾ $5 ഇട്ട് കൊടുക്കുക. അപ്പോൾ $5 നമുക്ക് ഓരോ ഡോളറിൻ്റെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ 5ൻ്റെ $1 ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ $1 വെച്ച് ഇടുന്നതുകൊണ്ട് 5 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ഡോളർ ഇടുമ്പോഴും അത് ആ കാർഡിൽ ചാർജ് ആവും, അതിൻ്റെ മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓരോ ഡോളർ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കാർഡ് ചാർജ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നിട്ട് ഇതൊന്നും എങ്ങനെയാണ് ചാർജ് ചെയ്യണത്, ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു പെണ്ണ് അവൾ വന്നിട്ട് വേഗം എനിക്ക് അറിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ വേഗം വന്ന് എനിക്ക് ചാർജ് ചെയ്ത് തരുകയും ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇത്ര ഹെൽപ്പ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഇതുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സോപ്പും കൊണ്ടുവന്നിട്ടുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾക്ക് അവളുടെ സോപ്പ് തന്ന് നിങ്ങൾ അലക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഈ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന തുണി മുഴുവനും ഇതിൽ ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് പല വലിപ്പങ്ങളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മെഷീനുകളുണ്ട്. ഞങ്ങളിപ്പോൾ ഏറ്റവും ചെറിയ ലോണ്ടറിയാണ് ഉപയോഗിക്കുക. കാരണം ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഒരാഴ്ചത്തെ ഡ്രസ്സ് ഇടാനായിട്ട് 2.5 മതി. അപ്പോൾ അതാണ് ഞങ്ങൾ ഉപയോഗിക്കുക. അപ്പം ഇതിന് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $4 വാഷ് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് സോപ്പും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്യും. അപ്പോൾ ആ കാർഡിൽ നിന്ന് അവർ $4 മെഷീൻ വലിച്ചോളും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മെഷീൻ, അപ്പോൾ അവിടെ സ്റ്റാർട്ട് ബട്ടൺ കാണിക്കും. അപ്പോൾ ആ സ്റ്റാർട്ടിൽ ഞെക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ഓൺ ആയിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമൊക്കെ എനിക്കിത് കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ എറണാകുളം പോലെയുള്ള ടൗണിലൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബിസിനസ് സാധ്യതയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയിട്ടാണ്. ഒരുപാട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഷീനറികളുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ആ റൗണ്ട് കാണിക്കുന്നുണ്ട്. ആ റൗണ്ട് ഫുള്ളാവുന്നതോടുകൂടി നമ്മുടെ അലക്ക് കഴിയും കേട്ടോ. അലക്ക് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും, കണ്ട. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് തുണികളൊക്കെ എടുക്കാം. അപ്പോൾ തുണിയൊക്കെ എടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ ഒരു ട്രോളി പോലത്തെ സാധനമുണ്ട്. ആ ട്രോളിയിലേക്ക് നമ്മൾ തുണികളെല്ലാം ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇനിയാണ് നമ്മൾ ഉണക്കണ മെഷീനിലിടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി ഉണക്കലാണ്. അലക്കൽ പിന്നെ മെഷീൻ ചെയ്തോളും. ഇത് ഓരോന്ന് വിരിച്ചിട്ട് അത് പിന്നെ മഴയുടെ സീസണൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, 2-3 പ്രാവശ്യം പോയി മറിച്ചിട്ട് കൊടുക്കണം, തിരിച്ചിട്ട് കൊടുക്കണം, പിന്നെ മഴ വന്നാൽ ഓടിപ്പോയി എടുക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അലക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊണ്ടുപോയി
ഡ്രയറിലേക്ക് ഇടാം. അപ്പോൾ അത് ഡ്രയറാണ്. അപ്പോൾ ഡ്രയറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രയറിന് $1 ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങി നല്ല ചൂടോടെ കിട്ടും നമുക്ക്. അത് അപ്പം തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ തേക്കും കൂടി വേണ്ട, അത്രയ്ക്ക് സുഖമായിട്ട് അത്രയ്ക്ക് ഭംഗിയായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടുന്നുള്ളതാണ്. അത് കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ തുണി ഉണങ്ങി കിട്ടുന്ന കാരണമുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ഫോൾഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഉണക്കി അപ്പം തന്നെ ഫോൾഡ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇതുപോലെ ഒരു ഹൈദരാബാദി പയ്യൻ സ്റ്റുഡൻസ് വിസയിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ അവനും ഇങ്ങനെ അലക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് നമ്മൾ നടന്നാണ് പോണത്. അപ്പോൾ അന്ന് ഇവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നാട് തന്നെയാണ് ഇഷ്ടം, നാട്ടിലാണെങ്കിൽ ഉമ്മ തുണി ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തരും, ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരും, ഇവിടെ എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു പയ്യനുണ്ട്. അപ്പം അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെതും ഞങ്ങളുടേതും ഒരുമിച്ച് കഴിഞ്ഞു വാഷിങ്ങൊക്കെ. അപ്പോൾ അങ്ങനെ പോവേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നടന്നാണ് പോകണേന്ന് പറഞ്ഞപ്പോൾ നടന്നാണ് പോണേ, എന്നാൽ വേണ്ട വേഗം ഞാൻ കൊണ്ടുവന്നാക്കാം. അപ്പോൾ അവൻ സ്റ്റുഡൻസ് വിസയിൽ വന്നിട്ട് അവൻ കാർ എടുത്തേക്കുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ അപ്പാർട്ട്മെൻറ്റിലാക്കി തന്നു. എന്നിട്ട് ഇറങ്ങാതെ തിക്കാനോട് പറഞ്ഞു അങ്കിളെ അമേരിക്കയിൽ കാറില്ലാതെ പറ്റില്ല കേട്ടോ, അപ്പോൾ അങ്കിൾ എത്രയും വേഗം ഒരു കാർ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തന്നുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞാനിപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ആ പയ്യനെയും അതുപോലെ ആദ്യം തന്നെ എനിക്ക് ഈ കാർഡ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത പെണ്ണിനെയൊക്കെ ഓർമ്മ വരും. അപ്പോൾ അതുപോലെ ഒരുപാട് വരുന്നവരൊക്കെ ഇങ്ങനെ മിക്കവാറും ഇവിടെ ഒരുപാട് ഹൈദരാബാദീസ് തന്നെയാണ് ഏറ്റവും അധികം ഉള്ളത്. അപ്പോൾ ഹൈദരാബാദീസും അതുപോലെ പാകിസ്ഥാനികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോഴത്തേ ഞങ്ങളുടെ അലക്കലും ഉണക്കലും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ അൽഹംദുലില്ലാ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ ഇത് ഉണക്കാനിട്ടും കൊണ്ട് പിന്നെ ഉണക്കണമെങ്കിൽ ഒരു 30-40 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഉണക്കാനിട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ അടുത്ത വല്ല സൂപ്പർ മാർക്കറ്റൊക്കെ ആണെങ്കിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ ഇപ്പോൾ അതുപോലെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോവും, സാധനങ്ങളൊക്കെ വാങ്ങും ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി മടക്കിയൊക്കെ എടുത്താൽ മതി. കണ്ട ഇവിടെ ഫുള്ള് ഇപ്പോൾ ഇപ്പോഴേക്കും തിരക്കായി തുടങ്ങിയിട്ടാണ്, ഫുൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇങ്ങനെ അലക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഇന്നത്തെ ഫിനിഷായി. ഞങ്ങൾ വീട്ടിലേക്ക് ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് റൂമിലേക്ക് പോകും. അപ്പോൾ എന്തുകൊണ്ടും ആർക്കെങ്കിലും ഇങ്ങനൊരു സാധ്യത, ഇതിലൊരു ബിസിനസ് സാധ്യത തോന്നുന്നുണ്ടെങ്കിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം പോലുള്ള സിറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.